നമസ്കാരം. ദേവാദി ദേവനാണ് സാക്ഷാൽ പരമശിവൻ. ദേവന്മാർ പോലും പൂജിക്കുന്ന ദേവൻ, നിഷ്കളങ്കനായ ദേവൻ കൂടിയാണ് സാക്ഷാൽ പരമശിവൻ. തൻ്റെ ഭക്തരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ജഗത് പിതാവാണ് ഭഗവാൻ. ശിവക്ഷേത്ര ദർശനം മറ്റ് ദർശനങ്ങളെക്കാൾ വ്യത്യസ്തമാകുന്നു. ഭൂതഗണങ്ങൾ നമ്മെ വീട്ടിലേക്ക് പോലും ആനയിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ അല്പനേരം പുറത്ത് ഇരിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അത്രമേൽ കരുതലുള്ള ദേവനാണ് സാക്ഷാൽ പരമശിവൻ. ഇത് ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ശിവക്ഷേത്ര ദർശനവേളയിൽ ലഭിക്കുന്ന ചില ശുഭകരമായ സൂചനകളുണ്ട്. ഈ സൂചനകളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വഴിത്തിരിവായി മാറും. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും പ്രസാദം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കും. അത്തരത്തിൽ പ്രസാദം ലഭിക്കുമ്പോൾ അതിൽ നീല ശംഖുപുഷ്പം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഭഗവാന്റെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന. ദുരിതങ്ങൾ അതിനാൽ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്നും ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ്. അതിനാൽ നീല ശംഖുപുഷ്പം ലഭിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. അതേപോലെ തന്നെ പ്രസാദം ലഭിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രസാദത്തിൽ നിന്നും കൂവളത്തിൻ്റെ ഇല നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതും ഭാഗ്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ആഗ്രഹ സാഫല്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ശിവക്ഷേത്രത്തിൽ ഇനി ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കരുതാവുന്നതാകുന്നു. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ദർശനം നടത്തുന്ന അവസരത്തിൽ ഭഗവാനിൽ ലയിച്ച് നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മുഖത്തേക്ക് തണുത്ത കാറ്റ് അല്ലെങ്കിൽ ഇളം കാറ്റ് വരുന്നുണ്ടോ അഥവാ അടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത്തരത്തിൽ ചെറിയ കാറ്റ് നിങ്ങളെ തഴുകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകാം. കാരണം ജീവിതത്തിൽ വന്നു ചേരുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത്. കൂടാതെ ഭസ്മത്തിൻ്റെ ഗന്ധവും ആ സമയം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. കൂടാതെ ഈ അനുഭവം നിങ്ങൾക്ക് മാത്രമേ വന്നു ചേരൂ എന്നതാണ് വാസ്തവം. കൂടെയുള്ള വ്യക്തികൾക്ക് പോലും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകണം എന്നില്ല. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്. അതേപോലെ അപരിചിതരായ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും. അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം. കാരണം നിരവധിയാർന്ന ആളുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ പിന്നീട് നാം അവരെ നോക്കുകയാണ് എങ്കിൽ അവരെ കാണണം എന്നില്ല. അത്തരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങളാകാം സംഭവിക്കുക. മറ്റൊന്ന് എണ്ണയുമായി ബന്ധപ്പെട്ടാണ്. എണ്ണ വഴിപാട് അഥവാ മുൻവിളക്ക് വഴിപാട് അഥവാ വിളക്ക് വഴിപാട് ചെയ്യുന്ന അവസരത്തിൽ നാം എണ്ണ വിളക്കിൽ ചില ക്ഷേത്രങ്ങളിൽ ഒഴിക്കുന്നതാകുന്നു. ഈ സമയം ദീപം നീണ്ട നാളമായി തന്നെ കത്തി ജ്വലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഭാഗ്യമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. മന്ത്രങ്ങൾ, മറ്റ് ചിന്തകൾ ഒന്നും വരാതെ ഏകാഗ്രതയോടെ ഭഗവാനിൽ ലയിച്ച് ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ മനസ്സിൽ വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. എത്ര തന്നെ ശ്രമിച്ചാലും
ഭഗവാന്റെ മന്ത്രങ്ങൾ, നാമങ്ങൾ ഉരുവിടാൻ തോന്നുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മഹാഭാഗ്യമുള്ള വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യം. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഭഗവാനോട് നാം അടുക്കുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. വീടുകളിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ കൂടി കാണുകയാണ് എങ്കിൽ അതും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാകുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തി വീട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ വീട്ടിൽ എത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ വച്ച് മഞ്ഞച്ചേരയെ കാണുന്നുണ്ട് എങ്കിൽ, പറമ്പിൽ കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു, ശുഭകരമായ സമയം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാകുന്നു. മറ്റൊരു ലക്ഷണമായി പറയുന്നത്, നിങ്ങൾ നെറ്റിയിൽ കളഭം അല്ലെങ്കിൽ ഭസ്മം ചാർത്തുമ്പോൾ മൂക്കിനുമേൽ അല്പം വീഴുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു എന്നാണ് പറയുക. തീർച്ചയായും അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കുക. അതേപോലെ തന്നെ നാം മറ്റൊരു കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദീർഘനേരം ഭഗവാന്റെ ദിവ്യ ദർശനം മനസ്സിൽ നിന്നും മായാതെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷമുണ്ട്, ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ദിവസം, അന്നേ ദിവസം ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വപ്നം കാണുന്നതും അതീവ ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും നന്ദി ഭഗവാനെ കാണുന്നതും ശിവലിംഗം സ്വപ്നം കാണുന്നതും ശിവക്ഷേത്രം സ്വപ്നം കാണുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതേപോലെ നമ്മുടെ പേര് മറ്റാരോ വിളിക്കുന്നതാകുന്നു, എന്നാൽ അത് നമ്മളെ തന്നെ ആകണം എന്നില്ല. അതും ശുഭകരം തന്നെയാണ് എന്ന് പറയാം. കൂടാതെ നമ്മെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്ന പരിഹാരം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നാം അവിചാരിതമായി കേൾക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രധാനമായും ഇത്തരത്തിലുള്ള ശുഭലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുവാൻ സാധിക്കുക. ഇതിൽ ഒരെണ്ണമെങ്കിലും ലഭിച്ചാൽ അത് അതീവ ശുഭകരമാകുന്നു. ഇനി ഇത്തരം ലക്ഷണം ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള ലക്ഷണം നിങ്ങൾക്കും പ്രകടമാകും എന്ന കാര്യം ഓർക്കുക.